തിരുവല്ലയിൽ സ്പാകളിൽ നിന്നും പോലീസ് സേനയിലെ ചിലർക്ക് മാസപ്പടി എന്ന ആക്ഷേപം. പോലീസിന്റെ പിരിവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ മാസം 1-ന് ഗുണ്ടാ സംഘം സ്പായിൽ പണപ്പിരിവിന് ശ്രമം നടത്തിയത്. അതേസമയം ഗുണ്ടാ ആക്രമണം, കൊട്ടേഷൻ എന്ന ആരോപണവുമുണ്ട്. TS ഹരികൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹരികൃഷ്ണ, ഗുഡ് മോർണിംഗ്. ഈ ഗുണ്ടാ ആക്രമണവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പോലീസുകാർക്കടക്കം ഇത്തരം ചില സ്ഥാപനങ്ങളിൽ നിന്നും മാസപ്പടി ലഭ്യമായിട്ടുണ്ട്. ഇതേ പാറ്റേണിൽ തന്നെ, ഇതേ രീതിയിൽ തന്നെ ഗുണ്ടാ പിരിവ് നടക്കുകയാണ് എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. നമ്മൾ ചില സിനിമകളിലൊക്കെ കാണാറുണ്ട്. മാത്രമല്ല, മുംബൈ പോലെയുള്ള ചില നഗരങ്ങളിൽ, ചില സ്ഥലങ്ങളിലൊക്കെ ഇത് സ്വാഭാവികമാണ് എന്നും പല വാർത്തകളിലൂടെ അറിയുകയും വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിലും അല്ലേ? അതെ, ഗുഡ് മോർണിംഗ് മോത്തി. അതായത് ഈ തിരുവല്ലയിൽ നിരവധി സ്പാകളുണ്ട്. ഈ സ്പാകളിൽ തന്നെ പലതിനും ലൈസൻസ് ഇല്ല എന്നുള്ള ആരോപണം നിലനിൽക്കുന്നു. പലയിടത്തും അസാൻമാർഗിക പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ള ആരോപണവും നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ സ്പാകളിൽ നിന്ന് പോലീസുകാർക്ക് മാസപ്പടി ഉണ്ട് എന്നുള്ള ഗൗരവമുള്ള ആരോപണം പുറത്തു വരുന്നത്. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ CCTV ദൃശ്യങ്ങൾ, പ്രേക്ഷകർ കാണുന്ന CCTV ദൃശ്യങ്ങൾ. തിരുവല്ലയിലെ ഒരു സ്പായിൽ ഗുണ്ടാ സംഘം കയറി സ്ത്രീകൾക്കെതിരെ പോലും അതിക്രമം കാണിക്കുന്ന, ഗുണ്ടാപിരിവ് നടത്തുന്നു, സ്ത്രീകൾക്കെതിരെ അതിക്രമം കാട്ടുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് ശേഷമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ മാസപ്പടി ആരോപണം എന്ന് പറയുമ്പോൾ, അതായത് പോലീസുകാരിൽ, സ്പെഷ്യൽ ബ്രാഞ്ച് ജീവനക്കാരിൽ ഒരാൾ, അതുകൂടാതെ DYSP ഓഫീസിലെ ഒരാൾ, ചില ഉയർന്ന ഉദ്യോഗസ്ഥർ, ഇവരൊക്കെ മാസപ്പടി സ്പാകളിൽ നിന്ന് വാങ്ങുന്നു എന്ന വളരെ ഗൗരവമുള്ള ആരോപണങ്ങൾ പുറത്തു കൊണ്ടിരിക്കുന്നു. അത് പോലീസുമായി ബന്ധപ്പെട്ട് പോലീസിന് ക്ഷീണം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ഔദ്യോഗിക വിശദീകരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് വരേണ്ടതുണ്ട്. മാത്രമല്ല, ഈ സ്പാകളുമായി ബന്ധപ്പെട്ട് മറ്റ് സംഭവം എന്ന് പറഞ്ഞാൽ ഇതൊരു ഗുണ്ടാ പിരിവ് എന്നതിലുപരി ഇതൊരു കൊട്ടേഷനാണ് എന്നുള്ള ഒരു ആരോപണം സ്പാ ഉടമ പറയുന്നുണ്ട്. അതായത് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിന് മുമ്പ് ഈ സ്പാകൾ, പല സ്പാകളുണ്ടല്ലോ, അപ്പോൾ ഇതിൽ ഈ സ്പായിലെ ഉടമകൾ തമ്മിലുള്ള പ്രശ്നം, അതിൽ ഒരു കൊട്ടേഷനാണ്, അത് ബിസിനസ്സിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൊട്ടേഷനാണ് എന്നുള്ള ആരോപണം കൂടി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക പരാതി തന്നെ ആ സ്പാ ഉടമ ഡോക്ടർ സഞ്ജയ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, നൽകാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭ്യമാവുന്നത്. ഹരി, മറ്റൊരു കാര്യം, ഈ ഗുണ്ടാ ആക്രമണം നടത്തുക, ഗുണ്ടാ പിരിവ് നടത്തുക, ഒരാളെയും ഭയക്കാതെ ഇവരിതൊക്കെ നടത്തണമെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടി നമുക്ക് വ്യക്തമാവുകയാണ്. പോലീസിനും ഇത്തരത്തിൽ ലഭ്യമാകുന്നുണ്ട്, ഒരു പിരിവ് കൃത്യമായി ലഭ്യമാകുന്നുണ്ട് എന്നത്. അതേക്കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. പോലീസ് സേനയ്ക്ക് വലിയ നാണക്കേടാണ് ഇത് വീണ്ടും ഉണ്ടാക്കുന്നത്. ഉറപ്പായിട്ടും. കാരണം ഈ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ സംഭവം നടക്കുന്നത് ഫെബ്രുവരി 1-നാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും പിന്നെ ഇതിൽ പ്രതികളെ പിടികൂടുകയൊക്കെ ചെയ്തിരുന്നു. 3 പ്രതികളെ പിടികൂടുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതിയെ പിടികൂടിയിട്ടും, സാധാരണ ഇത്തരം കേസുകൾ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടക്കുന്ന കേസുകളും ഈ അറസ്റ്റുകളൊക്കെ വാർത്താക്കുറിപ്പിലൂടെ പോലീസ് മാധ്യമങ്ങളെ അറിയിക്കാറായിരുന്നു പതിവ്. പക്ഷേ ഈ ഒരു കേസിൽ മാത്രം പോലീസ് അത് മറച്ചു വെച്ചു എന്നുള്ള ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. വളരെ വൈകിയാണ് ഇത് പുറത്തു വരുന്നതും മാധ്യമ വാർത്തകളൊക്കെ ആവുന്നത്. പക്ഷേ പോലീസുമായി ബന്ധപ്പെട്ട് അവർ ഒരു വിശദീകരണമായി മാധ്യമങ്ങളോട് പറയുന്ന ഒരു കാര്യം, അവർ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറഞ്ഞിട്ടില്ല. ഇതുവരെ ആരും ഒരു ഔദ്യോഗിക വിശദീകരണം അങ്ങനെ നൽകിയിട്ടില്ല. പക്ഷേ അല്ലാതെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഈ സംഭവം നടന്നതിന് ശേഷം സ്പായിൽ നിന്ന് ആരും പരാതിയുമായി രംഗത്തെത്തിയിരുന്നില്ല. ഈ ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പോലീസാണ് സ്വമേധയാ പോയി കേസെടുക്കുകയും അപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തു. പിന്നെ പ്രതികളിൽ പ്രധാനപ്പെട്ട പ്രതികളെയൊക്കെ പിടികൂടുകയും ചെയ്തു. മറ്റു പ്രതികൾക്കായി തിരച്ചിൽ നടക്കുന്നുണ്ട്. ഒരു ശക്തമായ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നത്. പക്ഷേ ഇതിപ്പോൾ ആരോപണങ്ങളിൽ ചില ആരോപണങ്ങൾ പോലീസിന് നേരെ തിരിഞ്ഞിരിക്കുന്നു. ഈ മാസപ്പടി എന്നുള്ളത് പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അങ്ങനെ തിരിയുമ്പോൾ പോലീസ് ഒരു ഔദ്യോഗികമായ ഒരു വിശദീകരണം കൃത്യമായി തന്നെ നൽകേണ്ടതുണ്ട്. അത് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. ഹരി, തുടരുക. ഇപ്പോൾ സ്പാ ഉടമ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പേര് വെളിപ്പെടുത്താൻ നിർവാഹമില്ല. നമസ്കാരം, മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. എന്താണ് ഈ സംഭവം ഉണ്ടായത്? അതുപോലെ മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്, പോലീസുകാരും പല സ്പാകളിൽ നിന്നും മാസപ്പടി പിരിക്കാറുണ്ട് എന്നാണ്. താങ്കൾക്ക് അത്തരത്തിൽ എന്തെങ്കിലും ഒരു അനുഭവമുണ്ടോ? ഈ ഗുണ്ടകളുടെ ഇടപെടൽ നേരത്തെ ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് ഇപ്പം പോലീസിന്റെ മാസപ്പടി നമുക്ക് അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടായിട്ടില്ല. നമുക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്യാനാണ് ഉണ്ടായിട്ടുള്ളത്. ദെൻ നമ്മുടെ ഇപ്പം നമുക്ക് വന്നിട്ടുള്ള ഗുണ്ടകൾക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ നമുക്കവരെ കൺട്രോളില്ല. അവരൊരു കൊട്ടേഷൻ കിട്ടിയിട്ട് വന്നത് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്. പറഞ്ഞിട്ടാണ് അറ്റാക്ക് ചെയ്തത്.
ഒരു ദിവസം 1-ാം തീയതി നമുക്ക് ഒരു ഈവനിങ് ഒരു 3:30 കൂടി നമ്മുടെ സ്ഥാപനത്തിൽ കയറുകയും അവിടെ നമുക്ക് ഇപ്പം നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് നേരെ വന്നു. അതിനുശേഷം ജസ്റ്റ് ഡോർ ക്ലോസ് ചെയ്തു. അതിന് മുന്നേ നമുക്ക് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്യാമറയൊക്കെ ഓഫ് ആകുമെന്നുള്ളൊരു പ്രതീക്ഷയില്ല. ക്യാമറ നമുക്ക് ഇൻവെർട്ടറി വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് CCTV ഫുട്ടേജസ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണ് നമുക്ക് പ്രതികളെ നമുക്ക് പിടിക്കാൻ പറ്റിയത്. ഇപ്പം ഏകദേശം 7 പേരുണ്ടായിരുന്നു. അതിനകത്ത് 4 പേരെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3 പേര് തെരച്ചിൽ തുടരുകയാണ്. അങ്ങനൊരു കാര്യങ്ങൾ. ശരി, സ്പാ ഉടമയാണ് സംസാരിച്ചത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ പല സ്ഥലങ്ങളിലും ഇതുണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. അതിൻ്റെ ഒരു പ്രധാന കാരണം ലൈസൻസ് ഇല്ലാതെ പോലും പലതും പ്രവർത്തിക്കുന്നു എന്നതാണ്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നു, അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇത്തരം സാഹചര്യങ്ങൾക്ക് ഒരു പിന്തുണ ആവശ്യമായി വരുന്ന സമയത്ത് പോലീസിനെ സമീപിക്കേണ്ടതായി വരും, അല്ലെങ്കിൽ പോലീസ് കണ്ണടക്കേണ്ടതായി വരും. അങ്ങനെ കണ്ണടയ്ക്കാനുള്ള കൂലിയായി ഇത്തരത്തിൽ മാസപ്പടി പോലീസ് സ്വീകരിക്കുന്നു എന്നതാണ് പുറത്തു വരുന്ന വിവരം. എല്ലാ തരത്തിലും അതങ്ങനെയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. പോലീസൊക്കെ വ്യക്തമാക്കണം ഇത്തരത്തിലൊക്കെ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പോലീസ് സേനയിലെ ഗുണ്ടകളെ പിരിച്ചുവിടാനുള്ള രീതികളൊക്കെ ഈ ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ മന്ത്രിസഭയാണ് അതിൽ തീരുമാനമെടുത്തത് എന്ന് CPM മന്ത്രിസഭ അവകാശപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് എങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. TS ഹരീഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. സ്പായിലെ അതിക്രമവും അക്രമവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ.